അപ്പോൾ ആ റീലിൽ പറയണത് എന്താ വെച്ചാൽ ഒരു അഡ്വർടൈസ് ആഡിനെ പറ്റിയിട്ട് പറയണത് രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ ടൂറിസം ബൂസ്റ്റ് ചെയ്തൊരു ആഡാണത്. ചിലപ്പോൾ അറിയണ്ടാവും. 2016 വന്നൊരു ആഡാണ്. അതിന് മുന്നേ വരെ അവിടെ ടൂറിസത്തിന് അത്ര വലിയ വാല്യൂ ഉണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ആൾക്കാർ പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഒബിയസ്ലി പടങ്ങളിൽ കൂടുതലും രാജസ്ഥാനിൽ കാണാൻ എന്താ കുറെ മരുഭൂമി കാണും, കുറെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകൾ കാണും. അങ്ങനെ ഒബിയസ്ലി ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണെന്നാണ് അവർ പറയണത്. അപ്പൊ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 2018 ഒരു ആഡ് കണ്ടക്ട് ചെയ്യലുണ്ടായി. അപ്പോ ആഡ് എടുത്ത കമ്പനിയുടെ പേര് വന്നിട്ട് അത് ഏജൻസിയാണ്, ഒഗിൽവി പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് അത് ചെയ്തത്. അപ്പോ അവര് ഇട്ട ക്യാമ്പയിന്റെ പേര് വന്നിട്ട് ജാനേക്യ ദിക്, ഹിന്ദിയാണ്, ജാനേക്യ ദിക് ജായേ, അതാണ് ആ ആഡിന്റെ പേര്. ആ ആഡിൽ അവർ മെയിൻ ആയിട്ട് എന്താ ചെയ്തു വെച്ചാൽ 5 ഡിഫറെന്റ് പേരിലാണ് ആ ആഡ് കൊടുത്തിരിക്കുന്നത്. ആ 5 ഡിഫറെന്റ് പേര് വന്നിട്ട് ആര്യസ്ഥാൻ, മീരസ്ഥാൻ, ഹോൺസ്ഥാൻ, ജാനേസ്ഥാൻ, ബിനോസ്ഥാൻ. ആ അഞ്ചിൽ സ്റ്റോറി ആയിട്ടാണ് വരുന്നത്. ആ ആഡ് മൊത്തം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവലറിന്റെ പെർസ്പെക്റ്റീവിലാണ് ആഡ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ട്രാവലറിന്റെ പെർസ്പെക്റ്റീവിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒബിയസ്ലി ഒരു ട്രാവലർ കാണുന്ന കാഴ്ച അതാണ് അവർ ആഡിലൂടെ കാണിച്ചിരിക്കുന്നത്. ഈ പറയുന്ന 5 പേരിൽ 5 ട്രാവലർക്ക് ഉണ്ടാവുന്ന ഓരോ കഥകൾ. അതൊരു 7 മിനിറ്റ് വരുന്ന ഒരു ആഡാണ്. അത് കണ്ടാൽ നേരെ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ച ആ ആഡിന് ശേഷം അവിടെ ടൂറിസം ബൂസ്റ്റ് കുറെ ബെറ്റർ ആയി, ഇല്ലെങ്കിൽ ആൾക്കാർ രാജസ്ഥാന്റെ ഒരു വേറൊരു വ്യൂ കൂടി കണ്ടു എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ടൂറിസം ബെറ്റർ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആഡിലൂടെ ഒരു ടൂറിസം ബെറ്റർ ആക്കാൻ പറ്റും, ഇല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കണ പോലെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി രാജസ്ഥാനിൽ വേറെ ഇങ്ങനെയുണ്ട് എന്നൊരു കാഴ്ചപ്പാട് ആഡിന് കൊണ്ടുവരാൻ പറ്റി എന്നാണ് ആ കമ്പനി. ഒരു ക്ലബ് ചെയ്യോ ലൈക്ക്